ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് കൂടി ചേരുകയാണ്. ശിവപ്രസാദ്, നിങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അടക്കം ഇവിടെ കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ ഒരു VC കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചവരാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇന്ന് തുഗ്ലക്ക് പരിഷ്കാരമാണ്, പാഠപുസ്തകങ്ങൾ നേരത്തെ എത്തുന്നത് തുഗ്ലക്ക് പരിഷ്കാരമാണെന്ന് പറയുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, AICCയുടെ ഉന്നതനായ നേതാവ്, മുൻ മന്ത്രി, ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ളയാൾ, KPCC അധ്യക്ഷനായ ആൾ രമേശ് ചെന്നിത്തല പറയുന്നു തുഗ്ലക്ക് പരിഷ്കാരമാണ്. അല്പം മുമ്പ് KJ ജേക്കബ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ പറഞ്ഞതാണ് ശരിയായ വസ്തുത എന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞതാണ് ഒരുപക്ഷേ ഈ കഴിഞ്ഞ UDF കാലത്ത് നടന്ന എന്തൊക്കെയാണെന്ന് കേരളത്തിലെ ജനത അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴെങ്കിലും ഓർക്കേണ്ടതുണ്ട്, ഓർമ്മപ്പെടുത്തിയതാകാം. എങ്ങനെ വിലയിരുത്തുന്നു രമേശ് ചെന്നിത്തലയുടെ വാക്കുകളെ? തുഗ്ലക്ക് പരിഷ്കാരമാണോ പുസ്തകം നേരത്തെ കൊടുക്കുന്നത്? യഥാർത്ഥത്തിൽ കേരളം അത്ഭുതപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് ഇലക്ഷൻ അനലിസ്റ്റുകളിലേക്ക് മാറുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നതിന്റെ യഥാർത്ഥ ഉദാഹരണമാണ് കേരളത്തിലെ കോൺഗ്രസ്. യഥാർത്ഥത്തിൽ നിന്ന് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതൃത്വം ശ്രീ രമേശ് ചെന്നിത്തലയിൽ നിന്നും ശ്രീ VD സതീശിൽ നിന്നും KPCC ഭാരവാഹിയിൽ നിന്നും എന്തിന് രാഹുൽ ഗാന്ധിയിൽ നിന്ന് പോലും അന്യമായി കനകൂലുവിലേക്ക് ചുരുങ്ങുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം കനകൂലുവാണ് തയ്യാറാക്കി കൊടുക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനങ്ങൾ, VD സതീശന്റെ വാർത്താ സമ്മേളനങ്ങൾ, KC വേണുഗോപാലിന്റെ പ്രസംഗങ്ങൾ, ഇതെല്ലാം കനകൂലുവാണ് തയ്യാറാക്കുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടുന്നത് കേരളത്തിലെ മനുഷ്യരോട് സംസാരിക്കാൻ എന്തിനാണ് ഇവർ കനകൂലുവിന്റെ സഹായം തേടുന്നതെന്നാണ്. ഈ സഹായം തേടുന്നതിൽ പറ്റുന്ന അബദ്ധങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് സത്യത്തിൽ എനിക്ക് തോന്നുന്നു കനകൂലു തയ്യാറാക്കിയിട്ടുള്ള സ്ട്രാറ്റജി കേരളത്തിലെ ഗവൺമെന്റിനെ കടന്നാക്രമിക്കുക എന്നതാണ്. കേരളത്തിലെ ഗവൺമെന്റിനെ കടന്നാക്രമിക്കണമെങ്കിൽ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെയാണ് അവർക്ക് കടന്നാക്രമിക്കേണ്ടത്. എന്താ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം? കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഗവൺമെന്റ് കേരളത്തിലെ സമസ്ത മേഖലകളിലും വികസനം കൊണ്ടുവന്ന ഗവൺമെന്റാണ്. അത് ആരോഗ്യ മേഖലയാവട്ടെ, വിദ്യാഭ്യാസ മേഖലയാവട്ടെ, പൊതുരംഗമാവട്ടെ, പൊതുമരാമത്ത് മേഖലയാവട്ടെ, ടൂറിസം മേഖലയാവട്ടെ, കേരളത്തിന്റെ പശ്ചാത്തല വികസനമാവട്ടെ, എല്ലാ മേഖലകളിലും സമഗ്രമായ വികസനം കൊണ്ടുവന്നൊരു ഗവൺമെന്റാണ്. അപ്പൊ കടന്നാക്രമിക്കുമ്പോൾ എന്തിനെ കടന്നാക്രമിക്കണം? ഈ വികസനത്തിന്റെ എല്ലാ രൂപങ്ങളെയും കടന്നാക്രമിക്കണം. ആ കടന്നാക്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പാഠപുസ്തക വിതരണം കേരളത്തിലെ കഴിഞ്ഞ 10 വർഷക്കാലം മുടങ്ങിയിട്ടുണ്ടോ? അപ്പൊ ആ പാഠപുസ്തക വിതരണം ഒരു പ്രധാനപ്പെട്ട സംഭവം അല്ല എന്ന് വരുത്തി തീർക്കാൻ എന്ത് വേണം? ഇതൊന്നും അത്ര വലിയ കാര്യമല്ല എന്ന് പറയണം. നിർഭാഗ്യവശാൽ ആ ഉത്തരവാദിത്വം ശ്രീ രമേശ് ചെന്നിത്തല ആയിരിക്കാം ഏൽപ്പിച്ചിട്ടുണ്ടാവുക. ആ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് പാഠപുസ്തക വിതരണം നടക്കുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഇനി ഈ കാര്യങ്ങളൊന്നും ഇത്തരം പ്രസ്താവന വരുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടരുത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഒരു ജാഥ ഇപ്പോൾ UDF നേതൃത്വം കൊടുത്ത് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ആ ആരംഭിച്ച ദിവസം മുതൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഞെട്ടിക്കുന്ന പ്രഖ്യാപനങ്ങൾ കേരളത്തിൽ വരും എന്നാണ്. ഞങ്ങൾ കരുതുന്നത്, കേരളം കരുതുന്നത് ഇനി വരാൻ പോകുന്ന അടുത്ത് ഞെട്ടിക്കുന്ന പ്രഖ്യാപനം ഈ പാഠപുസ്തക വിതരണം ഇപ്പോ അത്ര വലിയ കാര്യമല്ല എന്ന് പറയുന്ന ഗവൺമെന്റ്, പറയുന്ന പ്രതിപക്ഷം ഇനി ഗവൺമെന്റ് സ്കൂളുകൾ വേണോ എന്നായിരിക്കും ഒരു പക്ഷേ അടുത്ത് ചോദിക്കാൻ പോകുന്നത്. അതൊരു ഞെട്ടിക്കുന്ന പ്രഖ്യാപനം നമുക്ക് കാണാം. ലൈഫ് മിഷൻ ശിവപ്രസാദ്, ഈ കടന്നാക്രമണം എന്നല്ല, സർക്കാരിനെ കടന്നാക്രമിക്കുകയല്ല. ഒരുപക്ഷെ നേരത്തെ ശിവപ്രസാദ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കനകോലു പറയുന്നത് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അതിൽ കഴിഞ്ഞ ദിവസം തന്നെ സതീശന്റെ പ്രസ്താവന നമ്മൾ കണ്ടതാണല്ലോ. പണിമുടക്ക് ഈ കാലഹരണപ്പെട്ടതാണ്. ഏത് പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവാണെന്ന് പറയുന്നത്? മഹാത്മാഗാന്ധി അടക്കമുള്ളവർ ബഹിഷ്കരണ സമരം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് VD സതീശൻ അടക്കമുള്ളവർക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ള അവസരം കിട്ടി. ആ പാത പിന്തുടർന്ന് ആ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് പറയുന്നത് കാലഹരണപ്പെട്ടതാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ രമേശ് ചെന്നിത്തലയെ പോലെ വളരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് പറയുന്നത് പാഠപുസ്തകം നേരത്തെ കൊടുക്കുന്നത് തുഗ്ലക്ക് പരിഷ്കാരം. നേരത്തെ പറഞ്ഞു തന്നെ കനകോലു പറഞ്ഞു പഠിപ്പിച്ചത് ആ പാർട്ടിക്ക് തന്നെ വിനായക മാറുകയാണ്. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. ഈ കേരളത്തിനകത്ത് കേരളത്തിലെ ഗവൺമെന്റ് ഉയർത്തിയിരിക്കുന്ന എല്ലാ വികസന സ്തംഭങ്ങളെയും ജനങ്ങൾക്ക് മുന്നിൽ അപ്രസക്തമാക്കുക എന്ന തന്ത്രം പയറ്റുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് തിരിച്ചറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെ മനുഷ്യർ കേവലം കണ്ടുകൊണ്ട് മാത്രമല്ല കാണുന്നത്, കാതുകൊണ്ട് മാത്രമല്ല കേൾക്കുന്നത്, ഹൃദയം കൊണ്ടും ജീവിതാനുഭവം കൊണ്ടും അനുഭവിക്കുന്നതാണ് എന്ന് നിർഭാഗ്യവശാൽ കേരളത്തിലെ പ്രതിപക്ഷം മനസ്സിലാക്കാതെ പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിലെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് വികസനത്തെ പറ്റി ചർച്ച ചെയ്യുന്നതിന് പകരം വികസന നേട്ടങ്ങളെ സംബന്ധിച്ച് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കുന്നതിന് പകരം ആ വിമർശന നേട്ടങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി കള്ളം പ്രചരിപ്പിക്കുന്നത് ഏത് തന്ത്രജ്ഞന്റെ സ്ട്രാറ്റജി ആണെങ്കിലും അതൊന്നും ജനങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക്, അതായത് കേരളത്തിലെ ഇടതുപക്ഷത്തിന് വേണ്ടുന്ന സഹായമാണ് നിലവിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് പാഠപുസ്തകം മുടങ്ങാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവിനോട് കേരളത്തിൽ പാഠപുസ്തകം ഒരു പ്രധാനപ്പെട്ട കാര്യമാണോ എന്നൊരു പക്ഷെ അവർക്ക് ആശങ്ക തോന്നാം. അപ്പൊ എന്തായിരുന്നു 10 വർഷത്തിന് മുമ്പ്?
പാഠപുസ്തകം കിട്ടാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നില്ലേ എന്നത് സത്യത്തിൽ ഇപ്പോൾ കേരളത്തെ ഓർമ്മിപ്പിക്കേണ്ട സ്ഥിതിയാണ്. പവർ കട്ട് പോലെ തന്നെ 10 വർഷത്തിനകത്ത് കേരളത്തിനകത്ത് ജീവിക്കുന്ന ഒരു സാധാരണപ്പെട്ട കുടുംബത്തിലെ കുട്ടിക്ക് പവർ കട്ട് എന്താണെന്ന് അറിയില്ല. അപ്പോൾ 10 വർഷം മുമ്പ് UDF ഭരിച്ച പവർ കട്ട് ഉണ്ടായിരുന്നു. ഇത് ഓർമ്മിപ്പിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇത് ഓർമ്മിപ്പിക്കാൻ ഞങ്ങളെ പോലെ തന്നെ UDF കൂടി ഇറങ്ങുന്നു എന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട്. അപ്പൊ ആ ഓർമ്മപ്പെടുത്തൽ കേരളത്തിൽ ഉണ്ടാവട്ടെ. കഴിഞ്ഞ 10 വർഷക്കാലത്തെ മാറ്റം എന്താണ്, അതിന് മുമ്പത്തെ 5 വർഷക്കാലത്തെ മാറ്റം ഉണ്ട്, അവിടെ ഒന്നും എടുക്കണ്ട. 2000 മുതൽ ഇപ്പോൾ നമ്മുടെ ഒരു പുതിയ തലമുറ എന്ന് പറയുമ്പോൾ പാഠപുസ്തകത്തെ പറ്റി സംസാരിക്കും, പുതിയ തലമുറയാണല്ലോ കൂടുതൽ. ഒരു 2000 മുതലുള്ള കേരളത്തിന്റെ അവസ്ഥ, 2001 മുതൽ 2006 വരെയുള്ള UDF ഗവൺമെന്റ്, 2011 മുതൽ 2016 വരെയുള്ള UDF ഗവൺമെന്റ്, ഈ ഗവൺമെന്റുകളെയും 2006 മുതൽ 2011 വരെയുള്ള ഇടതുപക്ഷ ഗവൺമെന്റിനെയും 2016 മുതൽ 2025 വരെയുള്ള ഇടതുപക്ഷ ഗവൺമെന്റിനെയും താരതമ്യം ചെയ്യാൻ, ആ പ്രവർത്തനങ്ങളെ താരതമ്യം ചെയ്യാൻ ഈ കേരളത്തിലെ UDFന് ധൈര്യം ഉണ്ടാവും. ഈ താരതമ്യം ചെയ്യലാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം എന്നാണ് ഞങ്ങൾ കാണുന്നത്. അവിടെ ഈ കേരളത്തിലെ മനുഷ്യരെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ, എങ്ങനെയൊക്കെ പറ്റിക്കാമോ, അതിന് കഴിയുന്ന എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ഇപ്പോൾ അവർ ഗൂഢാലോചന നടത്തുന്നത്, അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചിന്തയിൽ അവർ മുഴുകിക്കൊണ്ടിരിക്കട്ടെ. കേരളത്തിലെ ഇടതുപക്ഷം ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു പോകും. അവിടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 10 വർഷക്കാലം വന്ന സമഗ്രമായ മാറ്റം, ആ മാറ്റത്തിന്റെ പ്രധാനപ്പെട്ട ഗുണഫലം അനുഭവിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരായ കുടുംബത്തിൽപ്പെടുന്ന കുഞ്ഞുങ്ങളാണ്. അവർ ആ ജീവിതം കൊണ്ട് ആ മാറ്റം അനുഭവിക്കുകയാണ്. ഇപ്പൊ അടുത്ത വർഷത്തെ പാഠപുസ്തകവും യൂണിഫോമും ഫെബ്രുവരി മാസം 13-ാം തീയതി കേരളത്തിനകത്ത് വിതരണം ചെയ്യാൻ വേണ്ടി പോവാണ്. എന്താണ് ഇവർക്ക് കേരളത്തിനകത്ത് പറയാനുള്ളത്? ഞങ്ങൾ വന്നാൽ ഈ പാഠപുസ്തകം ഞങ്ങൾ കഴിഞ്ഞ എങ്ങനെയാണോ UDF കാലം അവസാന മന്ത്രിസഭ ഉണ്ടായിരുന്നത് അതുപോലെ ഓണപരീക്ഷ ആയാലും പാഠപുസ്തകം തരില്ല എന്നാണോ കേരളത്തിൽ UDFന് വാഗ്ദാനം കൊടുക്കാനുള്ളത്? ഇവരെന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? ഇവർ പറയുന്ന രാഷ്ട്രീയം പോലും വ്യക്തമായി അവതരിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവരാകെ ആശയക്കുഴപ്പത്തിലാണ്. ഈ വികസന നേട്ടങ്ങളെ എങ്ങനെ മറികടക്കുമെന്ന ആശങ്കയിൽ നിന്നാണ് ഇത്തരം പ്രസ്താവന കേരളത്തിനകത്ത് രൂപപ്പെടുന്നത്. കേരളത്തിലെ മനുഷ്യരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, SFIക്ക് പറയാനുള്ളത്, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്രമായ മാറ്റം അത് 10 വർഷക്കാലം കൊണ്ടുണ്ടായ ക്രിയാത്മകമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ തുടങ്ങി കിഫ്ബി പദ്ധതി ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തി 5000 കോടി രൂപയിലധികം വരുന്ന വികസന പ്രവർത്തനങ്ങളിലൂടെ ഉയർന്ന കേരളത്തിലെ സ്കൂൾ കെട്ടിടങ്ങൾ, 50,000-ഓളം വരുന്ന ഹൈടെക് ക്ലാസ് മുറികൾ, സമഗ്രമായ പാഠപുസ്തക പരിഷ്കരണത്തിന്റെ ഭാഗമായി കേരളത്തിനകത്ത് AI ഉൾപ്പെടെ ഇൻകോർപ്പറേറ്റ് ചെയ്തുള്ള വിദ്യാഭ്യാസ പദ്ധതിയിലെ പരിഷ്കരണം, വിദ്യാർത്ഥികൾക്കിണങ്ങി വിദ്യാഭ്യാസം എന്ന ഒരു പുതിയ ആശയത്തെ ജനകീയമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞത്, ഇങ്ങനെ തുടങ്ങി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് മാത്രം കഴിഞ്ഞ 10 വർഷക്കാലം വന്ന സമഗ്രമായ മുന്നേറ്റം. ഈ മാറ്റവും മുന്നേറ്റം തുടരണമെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷം ഉണ്ടാവണം. ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടിനും ഇടതുപക്ഷത്തിന്റെ ചിന്താശേഷിക്കും മാത്രമേ ഈ ക്രിയാത്മകമായ ജനകീയ പൊതുവിദ്യാഭ്യാസത്തെ മുന്നോട്ട് നയിക്കാനാവൂ. എപ്പോഴെല്ലാം UDF ഗവൺമെന്റുകൾ കേരളത്തിൽ അധികാരത്തിലെത്തിയിട്ടുണ്ടോ അന്നെല്ലാം ആദ്യം തകർക്കപ്പെട്ടത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗമാണ്. ഈ പൊതുവിദ്യാഭ്യാസ രംഗം തകർക്കുക എന്നത് UDFന് കേവലം നിഷ്ക്രിയത്വം മാത്രമല്ല, അവർ രാഷ്ട്രീയ നിഷ്ക്രിയത്വം അത് നമ്മൾ കാണേണ്ടതില്ല. അത് അവരുടെ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുക, ഗവൺമെന്റ് എയ്ഡഡ് വിദ്യാഭ്യാസത്തെ തകർക്കുക, അവിടെ പ്രൈവറ്റ് വിദ്യാഭ്യാസത്തെ വളർത്തുക എന്നത് അവരുടെ രാഷ്ട്രീയ തന്ത്രമാണ്. ആ രാഷ്ട്രീയ തന്ത്രമാണ് അവരെല്ലാ കാലത്തും അധികാരത്തിൽ പയറ്റിയിട്ടുള്ളത്. മലാപ്പറമ്പ് സ്കൂൾ ഉൾപ്പെടെ അടച്ചുപൂട്ടപ്പെട്ട സ്കൂളുകളുടെ നിരവധിയായ പട്ടിക നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നല്ലോ. 1000-ലധികം സ്കൂളുകൾ അടച്ചുപൂട്ടാൻ പട്ടിക തയ്യാറാക്കി കാത്തിരിക്കുകയായിരുന്നല്ലോ ഒരു ഭരണം കൂടി കിട്ടാൻ. ആ ഭരണം കൊടുക്കാതെ കേരളം ഇടതുപക്ഷത്തെ ഭരണം ഏൽപ്പിച്ചത് കൊണ്ടാണല്ലോ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച സ്കൂളുകൾ ഏറ്റെടുത്ത് അവിടെ മാതൃകാപരമായി ഈ മാറ്റങ്ങൾ കൊണ്ടുപോകുന്ന ഇപ്പോൾ 1000-കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളായി നമ്മുടെ സ്കൂളുകൾ മാറി. അപ്പൊ ഈ ക്രിയാത്മകമായ മാറ്റം തുടരണമെങ്കിൽ ഇടതുപക്ഷം തുടരണം എന്ന് കേരളത്തിൽ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇടതുപക്ഷമാണ് കേരളത്തിനകത്ത് ഭരിക്കേണ്ടത് എന്ന നല്ല ബോധ്യമുള്ളവരാണ് കേരളത്തിൽ. ശരി, അത് തന്നെയാണ് ശിവപ്രസാദ്. ഒരുപക്ഷെ ആ ഭയമാണ് ചെന്നിത്തലയെ പോലെയുള്ളവർക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഉള്ള യുക്തിക്ക് നിരക്കാത്തതായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. തുഗ്ലക്ക് പരിഷ്കാരമാണ് പുസ്തകം നേരത്തെ കൊടുക്കുന്നതെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പ്രതികരിച്ച M. ശിവപ്രസാദ്.